ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 57ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് കണ്ടത് ഫാമിലി ടാസ്ക് ഈ വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇന്നലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടത് ബിന്നിയും അതേപോലെ തന്നെ അനീഷും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ആണ്. കാരണം കിച്ചൺ ഒട്ടും ക്ലീൻ അല്ല, ഒരു തലേ ദിവസത്തെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയോട് ചൂടാവുന്നതാണ്. രാവിലെ എണീറ്റിട്ട് ആർക്കും ചായയും കിട്ടിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിയാണ്, എനിക്ക് തോന്നുന്നു ഈ ഇത്രയും സീസണിലുണ്ടായിട്ട് ഒട്ടും കിച്ചൺ ക്ലീൻ ആയിട്ട് വെക്കാത്തതും അതേപോലെ തന്നെ വെസൽ ടീമിലാണെങ്കിൽ പാത്രം നേരെ കഴുകാണ്ട് അതിലോട്ടുള്ള ഇഷ്യൂസ് വരുന്നതും എല്ലാം ഈ സീസണിലാണെന്ന് എനിക്ക് പേഴ്സണലി പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പല പല പ്രശ്നങ്ങൾ കിച്ചണിൽ എന്നും വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹൈജീനിക് ആയിട്ട് വേണ്ട രണ്ട് സ്ഥലം, ഒന്ന് നമുക്ക് നമ്മുടെ ബാത്റൂമും പിന്നെ ഒന്ന് കിച്ചണും ഒക്കെയാണ്. കാരണം കിച്ചണിലാണ് അത്യാവശ്യം നന്നായിട്ട് ഹൈജീൻ വേണ്ടത്. ആ സ്ഥലം പോലും ഇവർ ഒരു പ്രോപ്പറായിട്ടുള്ള നല്ല ക്ലീനിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഫുഡ് ഇവർക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ഫുഡ് ബിഗ് ബോസുകാരെ കൊടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ അത് അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, അതും വേസ്റ്റാക്കി കളയാണെന്നാണ് പറയുന്നത്. കാരണം പല ഫുഡും ബാക്കിയുള്ളത് കൊണ്ട് കളയുകയാണ് എക്സ്ട്രാ വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതൊക്കെ നേരെ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു പരിധി വരെ ഇവർക്ക് ഈ ഫുഡ് കിട്ടുന്നില്ല, പ്രൊവിഷൻസ് കുറവാണെന്ന് പറയുന്നതിന് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇന്നലെ പറയുന്നുണ്ട് കഞ്ഞി ഊറ്റി ചോറാക്കി കഴിക്കാം എന്നുള്ളത്. പക്ഷെ അതുപോലെ ആരും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ കളയുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതായിരുന്നു ഇന്നലത്തെ ഒരു ഇഷ്യൂ. പിന്നെ വേറെ നമ്മൾ കണ്ടത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അപ്പോൾ ബിന്നി എന്താണെങ്കിലും വീട്ടിലെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റനായി മാറി. ബിന്നി ഇതിന് മുമ്പും ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ഇത്തവണ ബിന്നിക്ക് എല്ലാം കൊണ്ടും ഈ വീക്ക് നല്ല വീക്കാണെന്ന് തോന്നുന്നു. കാരണം ബിന്നിക്ക് ഓൾറെഡി 2 പവർ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു നോമിനേഷൻ ഫ്രീ പവറും കിട്ടി, പിന്നെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയും കിട്ടി. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടും ഒരേ വീക്കായത് കാരണം ഒരു പവർ ലാപ്സായി പോയി. അല്ലെങ്കിൽ ബിന്നിക്ക് സുഖമായിട്ട് 2 ആഴ്ച ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റൻ നെക്സ്റ്റ് വീക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിക്ക് 2 ആഴ്ച സുഖമായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു. എന്താണെങ്കിലും ഒരു പവർ പോയി. അത് പിന്നെ ബുദ്ധിപൂർവ്വം തന്നെ ആർക്കും ആ ഒരു നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുത്തില്ല. കാരണം ബിഗ് ബോസ് ചോദിച്ചിരുന്നു അത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷേ ബിന്നി കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ അത് ലാപ്സാക്കി കളഞ്ഞു. കാരണം രണ്ടും പിന്നെ നന്നായിട്ട് തന്നെ കളിച്ച് നേടിയതാണ്. നമ്മൾ മറ്റേ ടാസ്കും കണ്ടിരുന്നു, ഇപ്പോൾ നോമിനേഷൻ ഫ്രീ അതിലോട്ടുള്ള ഇമ്മ്യൂണിറ്റി ടാസ്കിലും പിന്നെ അത്യാവശ്യം നന്നായി കളിച്ചു. ഇതും നന്നായിട്ട് തന്നെ കളിച്ച് നേടിയത്. അപ്പോൾ അങ്ങനെ പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ മറ്റുള്ള 2 പേരും തന്നെ നന്നായി കളിച്ചിരുന്നു. ഇപ്പോൾ ആര്യനാണെങ്കിലും എനിക്ക് തോന്നുന്നു ആര്യൻ്റെ ആ സ്പീഡ് കുറവും എന്തോ, കാരണം ആര്യൻ്റേതായിട്ടുള്ള ഒരു 100% എഫേർട്ട് ആ ടാസ്കിൽ ഞാൻ കണ്ടില്ല. ഭയങ്കര സ്പീഡ് കുറവും പിന്നെ കുറേ നേരം അത് തെരഞ്ഞുകൊണ്ട് നിൽക്കുക ലെറ്റേഴ്സ്, അതൊക്കെ പോലെ എനിക്ക് തോന്നി. എന്താണെങ്കിലും എനിക്ക് ഈ വീക്ക് നല്ല വീക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മാത്രമല്ല, ഇപ്പോൾ പിന്നീട് ഹസ്ബൻഡ് നൂബിന് 1 വീക്ക് ഏകദേശം 1 വീക്ക് വീട്ടിൽ നിൽക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലതാണ്. അപ്പം അതൊക്കെയാണ്. പിന്നെ നമ്മൾ വേറെ കണ്ടത് നോമിനേഷനാണ്. നോമിനേഷനിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ എല്ലാവരും ഇല്ല, ഒരു 4-5 പേരെ മറ്റുള്ളൂ തോന്നുന്നു ഇത്തവണ. കുറേ പേരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതായിരുന്നു നോമിനേഷൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ വീടിൻ്റെ ഫാമിലി ടാസ്ക് കണ്ടു. 2 പേര് വന്നിരുന്നു, അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. അനീഷിൻ്റെ ഫാമിലി ആണെങ്കിലും ഷാനവാസിൻ്റെയും. പക്ഷേ ഇവർക്കൊരു ഗെയിം കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക്, വീണ്ടും വീടിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ഗെയിം ഷാനവാസ് നല്ല പെട്ടെന്ന് തന്നെ കോൺഫിഡൻ്റ് ആയിട്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അനീഷ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കൂടുതൽ ടെൻഷനായി, പ്രഷർ കൂടിയിട്ടാണ് തോന്നുന്നു ആൾക്ക്. കുറച്ച് ലേറ്റായിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. BP കൂടിയിട്ടൊക്കെ ആയിരിക്കാം മേ ബി. പക്ഷെ എന്നാലും അനീഷ് ചില സമയത്ത് മെൻ്റലി ഭയങ്കര വീക്കാവുന്നുണ്ട്. ചില ടാസ്കിലൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്കിന് ചില സമയത്ത് എനിക്ക് 1-2 തവണ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പത്തെയും ഇതേപോലൊരു ടാസ്കിൽ എനിക്ക് തോന്നുന്നു അക്ബറായിട്ടുള്ളൊരു ടാസ്ക്, കാരണം ഇവരുടെ ആ ഒരു പവർ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിലൊരു ടാസ്ക് കൊടുത്തിരുന്നു. അതിനകത്തും അക്ബർ വേഗം കംപ്ലീറ്റ് ചെയ്തു. അക്ബറിന് ആ ഒരു ഇനി ക്യാപ്റ്റൻ ആവാനുള്ള ആ ഒരു പവർ കിട്ടി. പക്ഷേ അനീഷിന് നോമിനേഷൻ പവർ കിട്ടാൻ വേണ്ടിയിട്ട് അനീഷ് ആ സമയത്ത് ഇതേപോലെ ടെൻഷനായി, പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ചെയ്തതൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പവറിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് അവിടെ അനീഷ് ചെറുതായിട്ടൊന്ന് ഫെയിലായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ മെയിനായിട്ട് കണ്ടത്. 2 ഫാമിലി നന്നായിരുന്നു. ഇപ്പം
എന്താ പറയുക, രണ്ട് ഫാമിലിയോടും ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അനീഷിൻ്റെ അമ്മ ഷാനവാസിൻ്റെ പേരും ഷാനവാസിൻ്റെ ഭാര്യ അനീഷിൻ്റെ പേരുമാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു അത് നന്നായി ഒരു പരിധി വരെ. കാരണം ബാക്കി ഹൗസ് മെമ്പേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഇതായേനെ. എന്താണെങ്കിലും അനീഷിൻ്റെ അനിയന് എനിക്ക് ബ്രദറിന് ആര്യനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. കാരണം ഗെയിമർ ആയത് കാരണം, നല്ലൊരു ക്രിക്കറ്റർ ആയത് കാരണം. അതേപോലെ ഷാനവാസിൻ്റെ മോൾക്ക് നവീനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. അതേപോലെ അവർക്കൊരു ടാസ്കും കൊടുത്തിരുന്നു, ഒരു കാറിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക്. അപ്പോൾ അതെല്ലാം നന്നായിരുന്നു. അത്ര ഒരു ഇഷ്യൂസും ഒന്നും ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം പിന്നീട് ഹസ്ബൻഡ് വന്നു, നൂബീൻ. അപ്പം നൂബീൻ ശരിക്കും നല്ലൊരു ആളാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പിന്നെ 1 വീക്ക് എന്താ പിന്നീട് കൂടെ ഉള്ളത് കാരണം എന്തെങ്കിലുമൊക്കെ ഹിൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കും. കാരണം ഒരു ദിവസം കൊണ്ട് പോകുന്നതല്ലല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നിക്ക് ചിലപ്പോൾ പിന്നീട് ഗെയിം സ്ട്രാറ്റജീസും എല്ലാം മാറാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തേൽ അക്ബറിൻ്റെ ഫാമിലിയാണ് കയറുന്നതാണ് ഞാൻ പ്രൊമോയിൽ കണ്ടത്. അപ്പോൾ അറിയില്ല എന്തൊക്കെയായിരിക്കും. അക്ബറും ഇതേപോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ടെൻഷനായിരിക്കുന്നത് പോലെയൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല ഇവർ അക്ബറിൻ്റെ ഫാമിലി മാത്രമാണോ കയറുന്നത്, വേറെ ആരുടെയെങ്കിലും ഫാമിലി കയറുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ എത്രയേ ഉള്ളൂ, ബൈ.